എന്നോ കഴിഞ്ഞ ഒരു കാര്യമാണ്. ജനുവരി 30 കഴിഞ്ഞതാണ്. ആണോ? എന്നിട്ട് മെയ് പകുതിയോട് കൂടിയിട്ട് പുതിയ പുതിയ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ പൊതു സമൂഹം ചർച്ച ചെയ്യുന്ന രീതിയിൽ വലിയൊരു വിവാദമാക്കി കൊണ്ടുവന്നതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും കൃത്യമായ അജണ്ടയുണ്ട്. ഈ നാക്ക് കയ്യിലില്ലായിരുന്നെങ്കിൽ അൻസിബ കോടതിയെ സമീപിച്ചോട്ടെ, പക്ഷേ ഞാൻ എന്താണെങ്കിലും 10 കോടി രൂപ മാനനഷ്ടം ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ തന്നെ എൻ്റെ അഡ്വക്കേറ്റ് കൃഷ്ണരാജാണ്, അദ്ദേഹം മുഖാന്തരം നാളെ തന്നെ ഞാൻ 10 കോടി രൂപയ്ക്ക് കേസ് ഫയൽ ചെയ്യുകയാണ്. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? അൻസിബ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത്തരത്തിലൊരു വലിയ സംഭവമാക്കി എൻ്റെ പ്രതിച്ഛായയെ ഇകഴ്ത്തുന്ന വിധത്തിൽ, എന്നിലെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വിധത്തിൽ ആ കുട്ടി സംസാരിക്കുന്നത് ഞാൻ കേട്ടു. വെണ്ണല മഹാദേവ ക്ഷേത്രത്തിന്റെ ഫണ്ട് സ്വീകരിച്ചു എന്നതാണ് അൻസിബെ ആദ്യം ട്രിഗർ ചെയ്ത കാര്യം. സത്യം എന്താണെന്ന് ആർക്കറിയാം? അമ്മ എന്ന് പറയുന്നത് കലാകാരന്മാരുടെ സംഘടനയാണ് അല്ലേ? ആണോ? ഞങ്ങൾക്ക് മുസ്ലിം സംഘടന ഫണ്ട് തന്നാലും ഞങ്ങൾ സ്വീകരിക്കും, ക്രിസ്ത്യൻ സംഘടന ഫണ്ട് തന്നാലും ഞങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയും. പിന്നെ അതേപോലെ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള ഫണ്ടും ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റും. എന്നെ എന്തിനെ പൊക്കി പറയണേ? കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ.